ഗ്രീൻലാൻഡ് എനിക്ക് വേണം, ഗ്രീൻലാൻഡ് ഞാൻ ഇങ്ങ് എടുക്കുക. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, നമ്മുടെ ട്രംപ് പറഞ്ഞാണ്. ട്രംപിന് എന്താണ് ഗ്രീൻലാൻഡിനോട് ഇത്ര അത്യാഗ്രഹം? ആദ്യം വെനസ്വേല ആയിരുന്നു. വെനസ്വേലയെ മദുരയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്തതായിട്ട് ട്രംപ് തെളിഞ്ഞും ഒളിഞ്ഞും പറയുന്ന ഒരു വേർഡാണ് ഗ്രീൻലാൻഡ്. എന്താണ് ഗ്രീൻലാൻഡ്? ഗ്രീൻലാൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദ്വീപാണ്. ജനസാന്ദ്രത കുറവാണെങ്കിലും ഭൂവിസ്തൃതിയിൽ വലിയതാണ് ഗ്രീൻലാൻഡ്. അതുപോലെ ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള 800 വർഷത്തിലധികമായി ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ പ്രദേശം കൂടിയാണ് ഗ്രീൻലാൻഡ്. എന്നാലും എന്തിനായിരിക്കും ട്രംപിന് ഗ്രീൻലാൻഡിനോട് ഇത്ര ആഗ്രഹം? ഗ്രീൻലാൻഡിന് വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. അതായത് ഓയിലിൻ്റെ നിക്ഷേപം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ യുറേനിയം, സ്വർണം, അതുപോലെ റെയറായിട്ടുള്ള എർത്ത് മെറ്റൽസ്, മിസൈല്, ഇലക്ട്രിക് കാർസ്, അതുപോലെ മൊബൈലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ടൈപ്പിലുള്ള റെയറായിട്ടുള്ള ചില മെറ്റൽസൊക്കെ അവിടെ ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. അപ്പം അതും നമ്മൾ ഗ്രീൻലാൻഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാം. ട്രംപിന് എന്തിനാണ് ഗ്രീൻലാൻഡ്? ആർട്ടിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് ഗ്രീൻലാൻഡ്. റഷ്യ, അമേരിക്ക, യൂറോപ്പ് ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം. സൈനികപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ചൈനയും റഷ്യയും ആർക്ടിക് മേഖലയിൽ കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ കൂടുതൽ നിയന്ത്രണം ആവശ്യമായിട്ട് വരും. സൈനികപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപിന് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഗ്രീൻലാൻഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എണ്ണ നിക്ഷേപം വളരെ കൂടുതലുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ യുറേനിയം, സ്വർണം, പിന്നെ റെയറായിട്ടുള്ള എർത്ത് മെറ്റൽസ്, അതായത് ഈ മിസൈല്, ഇലക്ട്രിക് കാർസ്, അതുപോലെ മൊബൈൽസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ റെയറായിട്ടുള്ള എർത്ത് മെറ്റൽസൊക്കെ ആർട്ടിക് മേഖലയിൽ ഗ്രീൻലാൻഡിനാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതും ഒരു അട്രാക്ഷനാണല്ലോ. ഭാവിയിലെ ഗ്രീൻലാൻഡിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അതായത് ഈ ആർക്ടിക് ഐസ് ഉരുകുന്നതോടെ പുതിയ ഷിപ്പിംഗ് റൂട്ട് രൂപപ്പെടും. അപ്പം ഇതൊരു ഏഷ്യ, യൂറോപ്പ് യാത്രാ സമയം കുറയ്ക്കും. ആഗോള വ്യാപാരത്തിന് ഇതൊരു നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഗ്രീൻലാൻഡ് കൈവശം വെച്ച് കഴിഞ്ഞാൽ ആഗോള വ്യാപാര നിയന്ത്രണം കയ്യിൽ വന്നതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വൻ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ചൈന ഗ്രീൻലാൻഡിൽ നിക്ഷേപിക്കാൻ ശ്രമിച്ചതൊരു സെക്യൂരിറ്റി കൺസേൺ ആയിട്ടാണ് ട്രംപിന് ഫീൽ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഗ്രീൻലാൻഡ് ഭാവിയിൽ സാമ്പത്തിക, സൈനിക, ഊർജ ശക്തി കേന്ദ്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കാരണം.